ഹലോ ഗൈസ്, എന്തായാലും ഇന്നത്തെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എൻ്റെ മൂഡെല്ലാം പോയി കിടക്കുവാണെന്ന്. അപ്പോഴാണ് ഞാൻ ഈ കമൻറ്റ് കണ്ടത്. എന്നാ വിചാരിച്ചെന്നാൽ ഈ ഒരു വീഡിയോ ആക്കാമെന്ന്. ഇത് ഞാൻ ചെയ്തത് കളർ പ്രിൻ്റാണ്. ഇതിന് 10 രൂപയാണ് എനിക്കായത്. ഞാനിത് അടുത്തുള്ളൊരു DTP ഷോപ്പിലാണ് കൊടുത്തത്. അടുത്തത് സ്റ്റിക്കർ പ്രിൻ്റ് ആണെങ്കിൽ എനിക്ക് ഇവിടെ A3 ഡോക്യുമെൻറ്റിന് 30 രൂപയും A2 ആണെങ്കിൽ 20 രൂപയാണ് ആയിട്ടുള്ളത്. A3 എന്ന് പറയുമ്പോഴത്തേക്ക് 2 A4 ചേർന്നാണ് ഒരു A3 ഷീറ്റ് ആവുന്നത്. അപ്പോൾ മനസ്സിലല്ലേ എത്രത്തോളം വലുപ്പം ഉണ്ടാവുമെന്ന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ പിൻട്രസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണോ സെർച്ച് ചെയ്യാം. സ്റ്റിക്കർ പ്രിൻറ്റ് അല്ലെങ്കിൽ എസ്തെറ്റിക് പ്രിൻറ്റബിൾ സ്റ്റിക്കേഴ്സ് അങ്ങനെ പ്രിൻറ്റബിൾ എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ സ്റ്റിക്കർ പ്രിൻ്റാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് വരെ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ചെറുതായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതുവരെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിലാകുമ്പോൾ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നമില്ല, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. പക്ഷേ അതേ സമയത്ത് നമ്മൾ DTP ഷോപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രിൻ്റ് കിട്ടുമ്പോൾ അതിൽ ലൈൻസ് വരാനും അതിൽ വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അതേപോലെ ആ പേപ്പർ വേഗം കീറിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്യാൻവയിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത എല്ലാ ഫോട്ടോസും ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് സേവ് ടു ഗാലറി കൊടുക്കുമ്പോൾ നമ്മളെ ഗാലറിയിലോട്ട് വരും. ഇനി ഇതാണ് നമ്മൾ പ്രിൻറ്റിങ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പ്രിൻ്റ് എടുത്ത് തരാൻ പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റിക്കർ പ്രിൻ്റാണ് വേണ്ടതെങ്കിൽ അത് അവരോട് പറയാം. സ്റ്റിക്കർ പ്രിൻ്റാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ.